പ്രേക്ഷകർക്കും ലൈഫ് ലൈനിലേക്ക് സ്വാഗതം. ഫീറ്റൽ മെഡിസിനെ കുറിച്ചും വിവിധ തരം സ്കാനിങ്ങളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഇന്ന് ലൈഫ് ലൈൻ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് അയ്യന്തോൾ അമ്പാടി സ്കാൻ സെന്ററിലെ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ശ്യാമ ദേവദാസനാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഫീറ്റൽ മെഡിസിൻ ഒപ്പം തന്നെ വിവിധതരം സ്കാനിങ്ങൾ ആ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ഫീറ്റൽ മെഡിസിൻ, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാം. ഫീറ്റൽ മെഡിസിൻ ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയപ്പെടുന്ന ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. ഫീറ്റൽ മെഡിസിൻ ആ നെയിം പറയുന്ന പോലെ തന്നെ ഭ്രൂണാവസ്ഥയിൽ നമ്മൾ കുട്ടിയുടെ കാര്യങ്ങൾ പഠിക്കുന്നതാണ്. ആ യൂട്രസിൻ്റെ ഉള്ളിൽ കുഞ്ഞ് വളരുന്നു, ഡെലിവറി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതാണ് ഫീറ്റൽ മെഡിസിനിൽ ചെയ്യണത്. ഇപ്പോൾ വിവിധ തരം നിങ്ങൾ പറഞ്ഞ പോലെ സ്കാനിങ്ങുകളുണ്ട്. അപ്പോൾ ആ വഴി തന്നെയാണ് നമുക്ക് ഒരിക്കലും കുഞ്ഞ് പുറത്ത് വരാതെ നമുക്ക് വേറെ കാര്യങ്ങൾ മനസ്സിലാവില്ല. നമുക്ക് ഉള്ളിൽ വെച്ച് കാണാൻ പറ്റുന്നത് ത്രൂ അൾട്രാസൗണ്ട് സ്കാൻസ് തന്നെ. നമ്മൾ സാധാരണ അതിനെ തേർഡ് ഐ എന്ന് ഇപ്പോൾ പറയും. എന്താ വെച്ചാൽ സ്കാന് വഴി നമ്മൾ കുഞ്ഞിൻ്റെ വളരെ ഏർലി പ്രഗ്നൻസിയിൽ ഒരു 5 ആഴ്ച ആകുമ്പോൾ തന്നെ ഒരു കുമിള പോലെ കുഞ്ഞിനെ കാണാൻ സാധിക്കും. അത് കണ്ടു തുടങ്ങുക. അത് കഴിഞ്ഞ് ഒരു 3-ാം മാസത്തിലെ സ്കാന്, 5, പിന്നെ 7, 9 ഇങ്ങനെയൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. കുഞ്ഞ് വളർന്നു വരുന്ന അനുസരിച്ചിട്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ, അതിന് മുമ്പ് തന്നെ ഇത് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഫീറ്റൽ മെഡിസിനിൽ നോക്കുന്നത് പൊതുവെ. ഓക്കെ മാം, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സ്ട്രക്ചറലി നോർമലാണ്, അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക? ഒരു പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി നോർമലായിട്ട് കാണുന്ന ആ കാലയളവ് എന്ന് പറയുമ്പോൾ ഒരു 40 ആഴ്ച വരെ പോകുന്ന 9 മാസം. അപ്പോൾ സാധാരണ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ത്രൈമാസങ്ങളായിട്ടാണ്. അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, അങ്ങനെ തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയും. അപ്പോൾ ഇതിൽ ഓരോ സമയത്തും കുഞ്ഞിനെ കാണാൻ വ്യത്യാസത്തിലായിരിക്കും. ആദ്യത്തെ 3 മാസം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുമിള പോലെയായിരിക്കും, അത് വളർന്നു വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്ട്രക്ചറലി നോർമൽ എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് സ്കാനിൽ കാണുന്നത് എങ്ങനെയാണോ കുഞ്ഞ് നോർമലായിട്ട് കാണേണ്ട രീതിയിലാണോ വളർന്നു പോകുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ 3 മാസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു മിനിമം സ്കാൻസ് പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 3 സ്കാനാണ് നമ്മൾ പറയുക. ആദ്യത്തെ 3 മാസത്തിൽ ആ ഒരു NT സ്കാൻ എന്ന് പറയും. അതിൽ ശരിക്കും പറഞ്ഞാൽ ആകെ കുഞ്ഞ് ഒരു 6 സെൻറ്റിമീറ്റർ, കഷ്ടി ഒരു 5-6 സെൻറ്റിമീറ്റർ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൽ തന്നെ നമുക്ക് കുഞ്ഞിൻ്റെ ഇപ്പം തലയായാലും കൈകാലുകൾ, തലയോട്ടി ഇല്ലായ്മ, കൈകാല് ഇല്ലായ്മ, അങ്ങനത്തെ മേജർ ആയിട്ടുള്ള അനോമലീസ് നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആ ടൈമിൽ പേരൻസിന് ഡിസൈഡ് ചെയ്യാൻ പറ്റും വെദർ ദേ വോണ്ട് ടു കണ്ടിന്യൂ, ഇത് പറ്റുമോ, മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അസുഖമാണോ അതോ പറ്റില്ലേ, അതൊക്കെ അവർക്ക് ആ ടൈമിലേ ഡിസൈഡ് ചെയ്യാം. അതേപോലെ തന്നെയാണ് 5-ാം മാസത്തിൽ. അതിപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം, അനോമലി സ്കാൻ അല്ലെങ്കിൽ 5-ാം മാസത്തിൽ ടാർഗറ്റഡ് സ്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയാം. അപ്പൊ അതിൽ നോക്കുന്നത് ഓൾമോസ്റ്റ് 90% ഓഫ് ദ വലിയ മേജർ അനോമലീസ്, ഇപ്പോൾ കുഞ്ഞിൻ്റെ ആയാലും ഇപ്പോൾ ഹാർട്ട്, ബ്രെയിൻ, കിഡ്നീസ്, യൂറിനറി ഫങ്ഷൻ, ഇതെല്ലാം വളർന്നു വരുന്ന കുഞ്ഞിൻ്റെ നമുക്ക് കാണാൻ പറ്റും. ഹയർ എൻഡ് മെഷീൻസ് ഇപ്പോൾ ഭയങ്കര അവൈലബിൾ ആണ്, 3D 4D സ്കാൻസ്, ഇതെല്ലാം നമുക്കറിയാം. ഇതിലൊക്കെ എൻഹാൻസ്ഡ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും കുഞ്ഞിന് മേജർ അനോമലീസ് ഉണ്ടോയെന്ന്. പിന്നെ അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു 7-ാം മാസം അല്ലെങ്കിൽ 8-ൽ സ്കാനിന് പോകുന്നത്. യൂഷ്വലി ഗ്രോത്ത് ആണ് അറിയാം, വളർച്ചയുടെ സ്കാനിങ് എന്നാണ് അതിനറിയപ്പെടുന്നത്. പക്ഷെ വളർച്ചയുടെ സ്കാനിങ് എന്ന് പറഞ്ഞാലും വളർച്ചയുടെ കൂട്ടത്തിൽ നമ്മൾ നോക്കേണ്ടത് വീണ്ടും ഇവാലുവേറ്റ് ചെയ്യാം. തല മുതൽ ബ്രെയിൻ മുതൽ താഴോട്ട് വരെ കുഞ്ഞിന് എവിടെയെങ്കിലും ഒരു വൈകല്യം ഇവോൾവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ബ്രെയിൻ ഒക്കെ ഇവോൾവിങ് ഓർഗൻസ് ആണ്, അത് വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരിക്കലും 5-ാം മാസത്തിലെ കുഞ്ഞ് എങ്ങനെ ഇരിക്കണോ അതേപോലെയല്ല 9-ൽ കാണുന്നത്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ, അതേപോലെ ഹാർട്ടിൽ ചെറിയ രക്തക്കൊഴലുകൾ, അതിലൊക്കെ വ്യത്യാസങ്ങൾ വരാം, അതൊരു വൈകല്യമായിട്ട് മാറാം. ഇതെല്ലാം നമുക്ക് ഇവോൾവിങ് ആയിട്ട് കാണാൻ പറ്റുന്നത് ആ 9-ാം മാസത്തിലെ സ്കാനിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ട്രക്ചറലി നോർമൽ എന്ന് നമ്മൾ ഒരു കുഞ്ഞിനെ പറയണമെങ്കിൽ ശരിയാണ്, 5-ാം മാസത്തിൽ കണ്ടാൽ തന്നെ നമ്മൾ 90% നോർമൽ ആണ് എന്ന് പറഞ്ഞ് റീഅഷ്യൂർ ചെയ്ത് അവരെ വിടും. പക്ഷെ എപ്പോഴും വി ഹാവ് ടു കോൾ ബാക്ക്. ഒരു 7-8 മാസം അല്ലെങ്കിൽ 9-ാം മാസത്തിന്റെ ഉള്ളിൽ ഒരു സ്കാനും കൂടി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. സോ ദാറ്റ് നമുക്ക് എന്തായാലും കുഴപ്പമില്ല, പുറമേക്ക് കാണാനുള്ള അംഗവൈകല്യം ഇല്ല എന്ന് നമുക്ക് ഒന്ന് പറയാൻ പറ്റും. ഓക്കെ. ഒപ്പം തന്നെ ഇപ്പം എപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇപ്പം ഈ അടുത്തായിട്ട് മാസം തികയാതെ പ്രസവിക്കുന്ന ഒരു രീതി എന്ന് പറയാൻ പറ്റില്ല, പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്താണ് ഇതിനൊരു കാരണം? അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
ഓക്കെ, ഇത് വളരെ ഒരു റെലവെന്റ് ക്വസ്റ്റ്യൻ. എന്താ വെച്ചാൽ ഈ മാസം, ദിസ് ഇസ് ആക്ച്വലി നവംബർ മന്ത് എന്ന് പറയുന്നത് നമുക്ക് നാഷണൽ ആയിട്ട് തന്നെ വേൾഡ് വൈഡ് ആയിട്ട് തന്നെ നമ്മൾ പ്രിമച്യൂരിറ്റി അവയർനെസ് മന്ത് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ഇതിൽ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഇപ്പം ജനിച്ചു വീഴുന്ന പ്രിമച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആഴ്ച, ഒരു പ്രഗ്നൻസി 40 ആഴ്ച, 37 കഴിഞ്ഞ് ഡെലിവറി ചെയ്യാവുന്നവരെ നമ്മളൊരു നോർമൽ എന്നുള്ള ബേബീസ്, ടേം ബേബീസ് എന്നാ പറയുക. പക്ഷെ അതിന് മുമ്പ് 37 വീക്സിന് മുമ്പായിട്ട് പ്രസവിക്കുന്നത് എപ്പോൾ ആയാലും അതിനെയാണ് നമ്മൾ പ്രിമച്യൂർ അല്ലെങ്കിൽ ഒരു പ്രീ ടേം ബർത്ത്, പ്രീ ടേം ബേബി എന്നൊക്കെ പറയുന്നത്. അപ്പം അവർക്ക് ഡെഫിനറ്റ്ലി നമുക്ക് അറിയാം, അതായത് മാസം തികയുമ്പോഴാണ് കംപ്ലീറ്റ് ബേബിയുടെ എല്ലാ അവയവങ്ങളായാലും ബാക്കിയുള്ള ഫങ്ഷനിങ് ആയാലും ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്. അപ്പം അതിന് മുമ്പാവുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരാം, ഡെഫിനറ്റ്ലി ഉണ്ടാവാം. അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലംസ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഇപ്പം ഓരോ ടൈം അനുസരിച്ചിട്ടാണ്. ഇപ്പം നമ്മൾ ഒരു ജസ്റ്റ് നിയർ പ്രീ ടേം, നിയർ ടേം അങ്ങനെ ഒരു ബേബി ആണെങ്കിൽ ഇപ്പോൾ ഒരു 34 to 36 വീക്സ് അല്ലെങ്കിൽ 37 വീക്സ് ആണെങ്കിൽ എന്നാലും വലിയ കുഴപ്പമില്ല. എന്താ വെച്ചാൽ അവർക്ക് വെയിറ്റ് ഉണ്ടാവും. കുറച്ചും കൂടി വെയിറ്റ് ഉണ്ടാവാനനുസരിച്ചിട്ട് കുഞ്ഞ് ജനിച്ച് വീണതിന് ശേഷം ICU അഡ്മിഷൻസ് ഇതെല്ലാം കൂടുതലായിരിക്കും ഫോർ പ്രീ ടേം ബേബീസ്. ഡെഫിനറ്റ്ലി എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇതിൻ്റെ കാര്യങ്ങൾ, അതായത് ഷുഗേഴ്സിൻ്റെ കാര്യം കുറവ് വരാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് എപ്പോഴും കാണാറുള്ളത് ചില കുഞ്ഞുങ്ങൾക്ക് ഈ ഹൈപ്പർ ബിലിറൂബിനീമിയ എന്ന് പറയും, അതായത് മഞ്ഞ കളറ് കൂടുതലാവുന്നത്. ഇങ്ങനത്തെയൊക്കെ കോംപ്ലിക്കേഷൻസ് കൂടുതലും നമ്മൾ പ്രീ ടേം ബേബീസിൽ കാണും. അതുകൂടാതെ തന്നെ ഈ വെയിറ്റ് ഗെയിൻ അധികം ഇല്ലാത്ത കൊണ്ട് അവർക്ക് വെയിറ്റ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ഹൊമില ഫീഡ്സ് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഫീഡ്സ് കൊടുക്കുക, ഇൻഫെക്ഷൻസിനുള്ള പ്രോൺ, ഇങ്ങനെ കുറച്ചധികം പ്രോബ്ലംസ് നമ്മുടെ നിയോനേറ്റോളജിസ്റ്റ് ആയാലും പീഡിയാട്രീഷ്യൻസ് അവരെപ്പോഴും നമ്മൾ അവെയർ ആക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ പ്രീ ടേം ബേബീസിൽ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, ഉണ്ടാവാം. പിന്നെ നേരെ മറിച്ച് ചില ബേബീസ് 36 വീക്സിൽ വളരെ ഹാപ്പി ആയിട്ട് ക്രൈ ചെയ്തിട്ട് പുറത്ത് വരുന്നു, വെയിറ്റ് ഉണ്ട്, ഒരു ദിവസത്തെ കാര്യം ഉണ്ടാവുള്ളൂ NICU, ആഫ്റ്റർ ദാറ്റ് ദേ ആർ വിത്ത് ദ മദർ. അതൊക്കെ അങ്ങനെയും ഉണ്ടാവാം. പക്ഷെ എപ്പോഴും നമ്മൾ പ്രീ ടേം ബേബീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് അവെയർ ആയിരിക്കണം, ദർ കുഡ് ബി പ്രോബ്ലംസ് വിത്ത് ദം. പിന്നെ എന്തുകൊണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലാണ് നമ്മൾ ഇതിലെടുക്കുക. എന്താ വെച്ചാൽ ചില കണ്ടീഷൻസ് ഉണ്ട്, അമ്മയ്ക്ക് പ്രോബ്ലംസ്, അമ്മയ്ക്ക് BP കൂടുന്നു, അമ്മയ്ക്ക് നല്ല രീതിയിൽ BP വരുന്നു, ഫിറ്റ്സ് അടിക്കാനുള്ള സാധ്യത വരുന്നു, അല്ലെങ്കിൽ ഫിറ്റ്സ് ആയി, അതൊക്കെ ഒരു 35 ആഴ്ച അല്ലെങ്കിൽ 28 ആഴ്ച എന്ന് കൂട്ടിക്കോളൂ. ആ സമയത്ത് കുഞ്ഞുള്ളിൽ ഭ്രൂണാവസ്ഥയായിട്ട് കുഞ്ഞുള്ളിൽ ഫീറ്റസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഡെലിവറി ചെയ്താലേ പറ്റൂ. കുഞ്ഞിനെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞിന് അപകടമാണ്, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് നിൽക്കാം. അതേപോലെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം റിലേറ്റഡ് ടു വളർച്ചക്കുറവ്, ഇപ്പോൾ ഒരു തൂക്കക്കുറവുള്ള ഉണ്ണി എന്ന് വിചാരിക്കുക, തൂക്കക്കുറവിൻ്റെ കൂടെ തന്നെ രക്തയോട്ടത്തിന് പ്രശ്നം വരാം, രക്തം തീരെ കുറഞ്ഞു വരുന്നു, രക്തയോട്ടം കുറഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പിന്നെ നമുക്ക് അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. യു ഹാവ് ടു ഡെലിവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ICU അഡ്മിഷൻസ് അതെല്ലാം വരും. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മളായിട്ട്, അതിനെയാണ് ഇയാട്രോജനിക് പ്രീമച്യൂരിറ്റി എന്ന് പറയും. അതായത് ഡോക്ടേഴ്സ് തന്നെ ഡിസൈഡ് ചെയ്യും വിത്ത് ദ പേരൻസ്, കപ്പിൾ എല്ലാവരെയും കൗൺസിൽ ചെയ്ത് ഫാമിലിനെ അവരാണ് ഡിസൈഡിങ് ഫാക്ടർ. പക്ഷെ അവരെ വെച്ച് നമ്മളത് ഡിസൈഡ് ചെയ്യണം വെൻ ടു ഡെലിവർ. പിന്നെയുള്ള സെക്കൻഡ് ഒരു കാറ്റഗറി പേഷ്യൻസ് ആണ് സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് തനിയെ അവർ പ്രീ ടേം ലേബറിലേക്ക് പോകുന്നവർ. അങ്ങനെ പക്ഷെ കൂടുതലും കാണുന്നത് എന്തെങ്കിലും ഒരു പ്രീഡിസ്പോസിങ്, അതായത് നേരത്തെ ഒരു റിസ്ക് ഉള്ള പേഷ്യൻസിൽ നമ്മൾ ഇതുപോലെ കാണും. അതായത് ആദ്യത്തെ പ്രഗ്നൻസി നേരത്തെ ഡെലിവറി ചെയ്തവർ, അങ്ങനെയാവുമ്പോൾ നെക്സ്റ്റ് പ്രഗ്നൻസിയിലും നേരത്തെ ഡെലിവറി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രഗ്നൻസിയിൽ റെക്കറന്റ് ആയിട്ടുള്ള UTI അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്ന ആൾക്കാർ, അവർക്ക് ആദ്യത്തെ ഒരു 3 മാസത്തിൽ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ വജൈനൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസിൽ നമുക്ക് നേരത്തെ അവരോട് പറഞ്ഞു വെക്കാം, നമ്മളിത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നേരത്തെ പ്രീ ടേം ഡെലിവറി ആയി പോവാം. അപ്പൊ അങ്ങനത്തെ കേസുകൾ, ഇതൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ ചില കേസസ് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും പേഷ്യൻസിന്, നിങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷെ നേരെ മറിച്ച് ചിലത് സെർവിക്സ് അല്ലെങ്കിൽ ഗർഭപാത്രമായ ഭാഗം അത് അങ്ങോട്ട് തുറന്നു പോവാ, പെട്ടെന്ന് വെള്ളം പൊട്ടി പോവാ, അങ്ങനത്തെയും കേസസ് നമ്മൾ കാണും. അതും ഒരു കാരണമാണ് നമുക്ക് പ്രിമച്യൂർ ആയിട്ട് ബേബി ഡെലിവറി ആവാൻ. ഇതൊരു വൈഡ് റേഞ്ച് ആണ്. പക്ഷെ ഇതിൽ ഏതിൽ പെടുന്നു എന്നുള്ളത് നമ്മൾ തന്നെ നോക്കി ഓരോ പേഷ്യൻറ്റിനെയും വാലുവേറ്റ് ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് സ്കാനിങ്ങിലൂടെ, ഇപ്പം ഒരു ലേഡി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ സ്കാനിങ്ങിലൂടെ ഇതിപ്പോൾ ഒരു പ്രീമേച്ചർ ആവാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ മുൻകൂട്ടി?
സ്കാനിങ് അങ്ങനെ പറയുകയാണെങ്കിൽ സ്കാനിങ് മാത്രം ഒരിക്കലും നമുക്കൊരു പ്രീ ടേം ബർത്ത് അല്ലെങ്കിൽ പ്രിമച്വർ ലേബറിലേക്ക് പോകുന്ന ഒരു പേഷ്യൻറ്റിന് നമുക്ക് എന്തായാലും അറിയാൻ പറ്റില്ല. ഓഫ് കോഴ്സ് നമുക്ക് സ്കാൻസിലൂടെ കുഞ്ഞിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഗർഭപാത്ര വായ ഭാഗത്തെ ലെങ്ത് അതിനെയാണ് സെർവിക്സ് എന്ന് പറയുക. അപ്പോൾ സെർവൈക്കൽ ലെങ്ത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ചില പേഷ്യൻസിൽ അത് ഷോർട്ട് ആയിരിക്കും. നമ്മൾ യൂഷ്വലി ഒരു സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ഒരു 2.5 അല്ലെങ്കിൽ 2.5 സെൻറ്റിമീറ്റർ ആണ് മിനിമം വേണ്ടത്. അതിൽ കൂടുതലുള്ളവർക്ക് ശരി കുറവാണ്, അവർക്ക് അങ്ങനെ ഒരു പ്രീ ടേം ഡെലിവറി ആവാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അതിൽ താഴെയുള്ള പേഷ്യൻസ് ഇപ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2.5 താഴെയുള്ള പേഷ്യൻസിൽ നമ്മൾ എപ്പോഴും അവർക്ക് പ്രീ ടേം ലേബറിനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനത്തെ പേഷ്യൻസിൽ പല കാറ്റഗറീസ് ഉണ്ട്. ചിലവർക്ക് സ്റ്റിച്ച് ഇടേണ്ടി വരും, ചിലവർക്ക് പ്രൊജസ്ട്രോൺ ചില ഹോർമോൺ ടാബ്ലറ്റ്സ് വായിലൂടെ കൊടുക്കാം, ഉള്ളിലേക്ക് വെക്കുന്നവരുണ്ട്, നമുക്ക് ഇഞ്ചെക്ഷൻസ് എടുക്കുന്നവരുണ്ട്. അപ്പം ആ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് നമുക്കൊന്ന് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ചില കണ്ടീഷൻസ്. അതിലൊന്നാണ് ഈ സ്കാനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് സെർവൈക്കൽ ലെങ്ത്. പക്ഷെ അല്ലാതെ നമുക്ക് ഒരിക്കലും സ്കാൻസ് വഴി മാത്രം ഒരു പ്രീ ടേം ബർത്ത് പിന്നീട് വരാവുന്നവരെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിനിക്കലി എന്തായാലും ആസ് എ ഹോൾ ആ പേഷ്യൻറ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ആസ് എ ഹോൾ വി ഹാവ് ടു ടേക്ക് ദ ഹിസ്റ്ററി ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞു നേരത്തെ ഒരു കേസ് ഉണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഇതുപോലെ നേരത്തെ ഡെലിവറി ഡെഫിനറ്റ്ലി. അപ്പൊ അങ്ങനത്തെ കേസസിൽ നമ്മൾ അവരെ ഒന്ന് സംശയിക്കും. ഇങ്ങനത്തെ പേഷ്യൻസിന് അവർക്ക് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്, അവരെയും ഒന്ന് അലേർട്ടായി വെക്കും. അത് മാത്രമേ ഉള്ളൂ. പിന്നെ തന്നെ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ട്, ചിലർക്കൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത് പേടിക്കേണ്ട ഒരു കാര്യമാണ്, അത് നോർമലായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്? ബ്ലീഡിങ് എപ്പോൾ പ്രഗ്നൻസിയിൽ എപ്പോൾ ബ്ലീഡിങ് വന്നാലും നമുക്കതൊരു പ്രോബ്ലം തന്നെയാണ്. സ്പെഷ്യലി ആസ് പേരൻസ് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി നമുക്കൊരു ബ്ലീഡിങ് ഏർലി പ്രഗ്നൻസിയിൽ സ്പെഷ്യലി ആദ്യത്തെ ആ ഒരു 5 മാസത്തിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ് വരുന്നത് കേസുകൾ എന്താണെങ്കിലും അത് നമ്മൾ ത്രെറ്റൻഡ് അബോർഷൻ എന്ന് പറയും. അതായത് അബോർഷന് മുന്നോടിയായിട്ട് ആ ഒരു ത്രെറ്റൻഡ് ആയിട്ടുള്ള ഒരു പാർട്ടിൽ അവർ പെടും. അപ്പോൾ പക്ഷെ ത്രെറ്റൻഡ് അബോർഷൻ പലപ്പോഴും 70% കേസസിൽ അത് നോർമലായിട്ട് തന്നെ ആ പ്രഗ്നൻസി മുന്നോട്ട് നല്ല രീതിയിൽ പോകും, ബേബിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ ബാക്കി 30% ബേബീസിൽ 30% ഉണ്ണികൾക്ക് ചിലപ്പോൾ അതൊരു ബ്ലീഡിങ് ആയിട്ട് കംപ്ലീറ്റ് അബോർഷനിലേക്ക് പോവാം, അത് നമുക്ക് നഷ്ടപ്പെടാം. അപ്പോൾ അതാണ് ഈ ആദ്യത്തെ 5 മാസത്തിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ് വരുമ്പോൾ നമ്മൾ എപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കണം. എപ്പോൾ ബ്ലീഡിങ് കണ്ടാലും ഇപ്പോൾ ചെറിയൊരു കറ അല്ലെങ്കിൽ ഒരു വ്യത്യാസം കാണണമെന്ന് മതി, അവരോട് നമ്മൾ എപ്പോഴും പറയും കം ബാക്ക്, ഹോസ്പിറ്റലിലേക്ക് വരണം, എന്തായാലും അത് ചെറുതാണ് വെച്ചുകൊണ്ടിരിക്കരുത്, ഒന്ന് കാണുക. കണ്ടിട്ട് നമ്മൾ നോക്കുന്നു കുഴപ്പമില്ല, ഒരു സ്കാൻ ചെയ്തിട്ട് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഉള്ളിൽ കുഴപ്പമില്ല, ഇതൊക്കെ പറയുമ്പോൾ തന്നെ ദേ ആർ അഷ്വേർഡ്. പക്ഷെ റെസ്റ്റ് പീരീഡ് വേണം. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ബ്ലീഡിങ് കണ്ടു എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് 40 ആഴ്ച വരെ റെസ്റ്റ് എന്നല്ല പറയുന്നത്. ഓരോ സമയത്ത് അതനുസരിച്ചിട്ടുള്ള റെസ്റ്റ് പീരീഡ് വേണം. പിന്നെ ആക്റ്റീവ് ബ്ലീഡിങ് ആണെങ്കിൽ നമ്മളെപ്പോഴും ആ ആക്റ്റീവ് ബ്ലീഡ് ടൈമിൽ റെസ്റ്റ് വേണം. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ട്, ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക എല്ലാവരും യു ഷുഡ് കണ്ടിന്യൂ, പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണ പോലെ വർക്കും കണ്ടിന്യൂ ചെയ്തോളൂ. പക്ഷെ ബ്ലീഡിങ് ഉള്ള ടൈമിൽ നമ്മളെപ്പോഴും ആ ഒരു ലീവ് എടുക്കാനുള്ളതും അതൊക്കെ ഒന്ന് അഡ്വൈസ് ചെയ്യും. പിന്നെ ബാക്കി അവരുടെയും ഇഷ്ടം തന്നെ. പിന്നെയുള്ള കാറ്റഗറിയാണ് സെക്കൻഡ്, അതായത് 5 മാസം കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിങ്. അപ്പം അതിൽ നമ്മൾ പിന്നെ വരുന്നത് ചിലപ്പോൾ മറുപിള്ള വിട്ടുപോകുന്ന കേസുകൾ. അങ്ങനെ വരുമ്പോൾ ദാറ്റ് ഈസ് വെരി മച്ച് ത്രെറ്റൻഡ് തന്നെയാണ്. ആ പേഷ്യൻസ് ആ ബേബീസിനെ നമുക്ക് കിട്ടണം എന്നില്ല. എന്താ വെച്ചാൽ മറുപിള്ള വിട്ടുപോയി കഴിഞ്ഞാൽ ബേബിക്ക് പിന്നെ ഒന്നുമില്ല, ശ്വസിക്കാനുള്ള, അതായത് ബ്ലഡ് കിട്ടുന്നില്ല, ഒന്നുമില്ല, ബേബി വയറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് മരണപ്പെടാം. അപ്പം അതുകൊണ്ട് 5-ാം മാസം കഴിഞ്ഞിട്ട് എപ്പോൾ ഒരു ബ്ലീഡിങ് വന്നാലും അത് ഇതിനെക്കാട്ടിയും ഓമിനസ് ആണ്. നമ്മൾ ഏറ്റവും ഏർലിയസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് വരണം. അത് മറുപിള്ള വിട്ടു പോകുന്നതാവാം, ഇല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അടിയിൽ നിന്ന് ചെറിയൊരു ബ്ലീഡ് ആവാം, ഒരു ത്രെറ്റൻഡ് അബോർഷൻ്റെ ഒരു ബാക്കിയുള്ള പാർട്സ് ആവാം. പക്ഷെ അങ്ങനത്തെ കേസസും നമ്മളെപ്പോഴും ഫോളോ അപ്പ് ചെയ്യണം. പേഷ്യൻസിനോട് റെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എപ്പോഴും പറയണം. അങ്ങനെ കാണുകയാണെങ്കിൽ അപ്പം തന്നെ ഡോക്ടറെ പലപ്പോഴും പഴയ ആളുകൾ പറയും അത് നോർമലായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പലപ്പോഴും പറഞ്ഞു കൊടുക്കാറ്. ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞ ആളുകൾക്ക് ഒരു അലർട്ടായിരിക്കും നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ. ഡെഫിനറ്റ്ലി എന്താ വെച്ചാൽ ഇപ്പൊ വലിയവര് അല്ലെങ്കിൽ പഴയ ആൾക്കാർ പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് എന്നാണ്. ശരിയാണ്. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഒരു 100 പേര് വന്നാ അതിൽ 70 പേരും കുഴപ്പമില്ലാതെ പോകും. അപ്പൊ നമ്മൾ പക്ഷെ ഇതിൽ വിടണമെന്ന് നമുക്കറിയില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ കാലത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ശരി, ഈവൻ ഹോസ്പിറ്റൽസ് ഡോക്ടേഴ്സ് ഒക്കെ ദൂരെയായിരുന്നു. ഇപ്പൊ അറ്റ്ലീസ്റ്റ് അടുത്ത് എന്തെങ്കിലും ഒരു ക്ലിനിക് ഓർ എന്തെങ്കിലും ഒരു സ്കാൻ ലാബോ എന്തെങ്കിലും ഉണ്ടാവും. സച്ച് ദാറ്റ് ഒരു ഡോക്ടറിനെ ഒന്ന് കാണുന്നത് എപ്പോഴും നല്ലതാണ്. ഡോക്ടർ നേരത്തെ പറഞ്ഞു
പ്രധാനമായിട്ട് ഒരു 3 സ്കാനിങ്ങിനെ കുറിച്ച്, ആദ്യത്തെ 1-ാം മാസത്തിലും പിന്നെ 5-ാം മാസത്തിലും പിന്നെ 7-ാം മാസത്തിലും പലർക്കും ചിലപ്പം എക്സ്ട്രാ വേറെ സ്കാനിങ്ങുകൾ കൂടി എടുക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അങ്ങനെ നിർബന്ധമായിട്ട് എടുക്കേണ്ടതുണ്ടോ, അതോ പേഷ്യൻസിനെ വെച്ചിട്ടാണോ ചെയ്യുന്നത്? എന്തിനാണ് അങ്ങനത്തെ ഒരു സ്കാൻ ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി പേഷ്യൻ്റ് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. നമ്മൾ ഓരോ കേസും ഇൻഡിവിജ്വൽ ആണ്. 3 ഞാൻ നേരത്തെ പറഞ്ഞു മിനിമം ആണ് ആ 3 സ്കാൻ എന്നുള്ളത്. പക്ഷെ നമ്മൾ അതല്ലാതെ തന്നെ ഏർലി പ്രഗ്നൻസി ഒരു സ്കാൻ പറയും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ എപ്പോൾ ഒരു UPT പോസിറ്റീവായി, യൂറിൻ ടെസ്റ്റ് പോസിറ്റീവായി, അല്ലെങ്കിൽ ബ്ലഡിലൂടെ തന്നെ പ്രഗ്നൻസി ആയി എന്നുണ്ടാവുമ്പോൾ ഫസ്റ്റ് ഒരു സ്കാൻ പറയും. അതിനെയാണ് ഏർലി പ്രഗ്നൻസി സ്കാൻ അല്ലെങ്കിൽ ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയും. എന്താ വെച്ചാൽ കുഞ്ഞുങ്ങൾ എത്രത്തോളം വളർച്ചയായി, നമ്മളിപ്പം ജസ്റ്റ് ഇപ്പം ലാസ്റ്റ് മെൻസസിൻ്റെ പീരീഡ് ഇപ്പോൾ പലപ്പോഴും പല പേഷ്യൻസിന് അറിയില്ല, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് PCOD ഇത്രയും റാമ്പൻ്റ് ആയിട്ട് ഉണ്ടാവുമ്പോൾ ഈ മെൻസസ് തെറ്റി വരുന്നു. അപ്പം അത് കാരണം തന്നെ ലാസ്റ്റ് മെൻസസിൻ്റെ ഡേറ്റ് എപ്പോൾ പറഞ്ഞാലും നമ്മൾ അതനുസരിച്ചിട്ടാവണം എന്നില്ല നമ്മുടെ കുഞ്ഞ് വളരുന്നതോ അല്ലെങ്കിൽ പ്രഗ്നൻസി ആയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ഏർലി ഡേറ്റിംഗ് സ്കാൻ അല്ലെങ്കിൽ എന്നാണ് ആ ഡേറ്റ്സ് വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്കാനിങ് ചിലപ്പോൾ നമ്മൾ അത് മിക്ക എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നതാണ്. ആ ഏർലി ഡേറ്റിംഗ് സ്കാനിൽ തന്നെയാണ് നമ്മൾ അറിയുന്നത് ഉള്ളിൽ തന്നെയാണോ. ഇപ്പം ചില പ്രഗ്നൻസീസ് ഉണ്ട് ട്യൂബിൽ ഗർഭം വരുന്നവരുണ്ട്, അല്ലെങ്കിൽ മുന്തിരിക്കൊല ഗർഭം. അപ്പം ഇതെല്ലാം നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ആ ഏർലി സ്കാൻ വളരെ ഉപകാരം ഉള്ളത് തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ 3-ാം മാസത്തിലെ സ്കാൻ ഞാൻ പറയണത്, ഈ NT സ്കാൻ. അപ്പം NT സ്കാനിൽ ഒട്ടുമിക്ക കാര്യങ്ങൾ ഇപ്പം ജനിതക വൈകല്യങ്ങൾ വരാനുള്ള കുഞ്ഞുങ്ങളിൽ ചില വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. അത് 3-ാം മാസത്തിൽ എല്ലാവർക്കും ആവണം എന്നല്ല, പക്ഷെ ചെറിയ വ്യത്യാസങ്ങൾ. ഇപ്പം കഴുത്തിൻ്റെ പുറകിൽ നമ്മൾ എല്ലാ കുട്ടികൾക്കും കുറേശ്ശെ വെള്ളക്കെട്ടുകളുണ്ട്, നീർക്കെട്ട് അല്ലെങ്കിൽ വെള്ളക്കെട്ട് കുറച്ചുണ്ടാവും ഫ്ലൂയിഡ് ലെവൽ. അതിനെയാണ് ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി എന്ന് പറയുന്നത്. പക്ഷെ ചില കുട്ടികളിൽ ആ സമയത്ത് കാണാനേക്കാട്ടിയും കൂടുതലായിട്ട് ഈ NTയുടെ വാല്യൂ കിട്ടും. അപ്പം അത് നമ്മൾ മില്ലിമീറ്ററിലാണ് പറയുക. അപ്പം ചില സമയത്ത് അത് മില്ലിമീറ്റർ ആ ടൈമിൽ വേണ്ടതിനെക്കാട്ടിയും കൂടുതലായിരിക്കും. അപ്പം അങ്ങനത്തെ കുഞ്ഞുങ്ങളിൽ ജനിതക വൈകല്യം അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യത അതൊക്കെ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളിൽ അല്ലെങ്കിൽ ആ പ്രഗ്നൻസീസിലാണ് നമ്മൾ പിന്നെ ഫെർദർ ടെസ്റ്റിംഗ് വേണം. അതുകൂടാതെ തന്നെ NT സ്കാനിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കൈകാലുകൾ, തലയോട്ടി, വയറിൻ്റെ കാര്യങ്ങൾ, യൂറിനറി ബ്ലാഡർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുഞ്ഞിൻ്റെ അവയവങ്ങൾ തുടക്കം നമ്മൾക്ക് കാണാൻ പറ്റും. പിന്നെയാണ് ഈ 5-ാം മാസത്തിലേക്ക് പോകുന്നത്. 5-ാം മാസത്തിൽ അനോമലി സ്കാൻ, പിന്നെ 7. പക്ഷേ ഈ 5-ഉം 7-നും ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം, ഇപ്പോൾ പേഷ്യൻറ്റിന് തന്നെ ഒരു വയറുവേദന വരുന്നു അല്ലെങ്കിൽ ഒരു അനക്കക്കുറവ് തോന്നുന്നു, അപ്പോഴൊക്കെ നമ്മൾ സ്കാൻസ് എന്തായാലും പറയും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 3 സ്കാൻ മിനിമം ആണ്. ബാക്കിയുള്ള സ്കാൻസ് ഓരോ പേഷ്യൻ്റ് റിലേറ്റഡ് ആയിട്ടാണ്, അവരുടെ കംപ്ലയിൻസ്. ചില കുട്ടികൾക്ക് വളർച്ചക്കുറവ് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ 5-ാം മാസത്തിൽ തന്നെ ഒരു തൂക്കം കുറച്ച് കുറവ് പോലെ നമുക്ക് തോന്നാം. അങ്ങനത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ നേരത്തെ തിരിച്ചു വിളിപ്പിക്കും. 7 വരെ വെയിറ്റ് ചെയ്യില്ല, ഒരു 4 ആഴ്ച അല്ലെങ്കിൽ ഒരു 6 ആഴ്ച കഴിഞ്ഞ് ഒന്ന് തിരിച്ച് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഗ്രാഫ് എങ്ങോട്ട് പോകണു എന്നുള്ളത് നമ്മൾ അറിയണം. കൂടുകയാണെങ്കിൽ വി ആർ വെരി ഹാപ്പി. പക്ഷെ ചില ഉണ്ണികൾ വളർച്ച കുറഞ്ഞു വരാം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇൻ ബിറ്റ്വീൻ സ്കാൻസിലൂടെ തന്നെയാണ് നമുക്ക് ഈ കാര്യങ്ങൾ അറിയുള്ളൂ. ഡെഫിനറ്റ്ലി വയറിലൂടെ നോക്കുന്നതുണ്ട്, ക്ലിനിക്കലി നമ്മൾ നോക്കും കുഞ്ഞ് ഏകദേശം ആ ഒരു വളർച്ച എത്തിയിട്ടുണ്ടോ, ഇപ്പോൾ ഒരു 28 വീക്സ് 26 വീക്സ് എത്തിയിട്ടുണ്ടോ എന്ന് നോക്കും. പക്ഷെ എക്സാക്ട് വെയിറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ, കുഞ്ഞിൻ്റെ ചുറ്റുമുള്ള വെള്ളം, കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം, ഇതൊക്കെ അറിയാൻ വേണ്ടി ഡെഫിനറ്റ്ലി നമ്മൾ സ്കാൻസ് പറയും. ആൻഡ് ഇൻ ബിറ്റ്വീൻ ആണ് ഇത്. ഈ 3 എണ്ണത്തിന് ഉപരി നമ്മൾ വേറെ സ്കാൻസ് ആണ് പറയുക. ഇതിൽ തന്നെ അപ്പോൾ ഡോപ്ലർ സ്കാൻ ഇപ്പം എല്ലാവരും പലപ്പോഴും പേഷ്യൻസ് വിളിച്ച് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നു ഡോപ്ലർ സ്കാനിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു. എന്താ വെച്ചാൽ ഡോപ്ലർ സ്കാൻസ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത്, എൻ്റെ ഡോക്ടർ പറഞ്ഞു സ്കാനിൻ്റെ കൂടെ ഡോപ്ലർ സ്കാനും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഡോപ്ലേഴ്സ് എന്ന് പറയുന്നത് ഈ രക്തയോട്ടം വേറൊന്നുമല്ല, അൾട്രാസൗണ്ട് തന്നെയാണ്. അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ തന്നെ നമ്മൾ നോക്കുന്ന വിഷയം രക്തക്കുഴലുകളിൽ രക്തയോട്ടം എങ്ങനെ പോകണു എന്നുള്ളതാണ്. അപ്പം അത് ജസ്റ്റ് പ്രഗ്നൻസിയിൽ മാത്രമല്ല ഡോപ്ലർ സ്കാൻ. ഇപ്പം നമ്മുടെ ബോഡിയിൽ തന്നെ നമുക്ക് പലയിടത്തും എല്ലാവിടെയും രക്തക്കുഴലുകളുണ്ട്. അപ്പോൾ ഡോപ്ലർ സ്റ്റഡി നമുക്കിപ്പോൾ കരോട്ടിഡിൻ്റെ ചെയ്യാം, ഇവിടെയുള്ള രക്തക്കുഴലുകൾക്ക് ചെയ്യാം, ബ്രെയിനിലുള്ളതിൽ ചെയ്യാം. അപ്പോൾ ഡോപ്ലേഴ്സ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ, രക്തയോട്ടത്തിൻ്റെ ഇവാലുവേഷനാണ്. അപ്പോൾ അത് ഫീറ്റസ് അല്ലെങ്കിൽ ഭ്രൂണാവസ്ഥയിൽ അല്ലെങ്കിൽ കുഞ്ഞിൽ നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട വിഷയം കുറച്ചൊരു 3-4 വെസൽസ് ഉണ്ട് അല്ലെങ്കിൽ രക്തക്കുഴലുകളുണ്ട്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.
ഇപ്പോൾ ബ്രെയിനിലേക്ക്, ഹാർട്ടിലേക്ക്, കിഡ്നീസ് അങ്ങനെ പോകുന്ന രക്തക്കുഴലുകളിൽ ഇവാലുവേറ്റ് ചെയ്യണം. ബിക്കോസ് പലപ്പോഴും ഈ വളർച്ചക്കുറവ് അല്ലെങ്കിൽ തൂക്കക്കുറവുള്ള ഉണ്ണികൾക്ക് ഇത് കുറഞ്ഞു വരും. അതുകൊണ്ട് ആണ് അവർ തൂക്കം വെക്കാത്തത്. എന്താ വെച്ചാൽ അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കിട്ടുന്നത് അവർക്ക് ഡെഫിനറ്റ്ലി ത്രൂ ഈ ബ്ലഡ് ഫ്ലോ ആണ്. അത് കുറഞ്ഞു വരുന്ന അനുസരിച്ചിട്ടാണ് അവർക്ക് വെയിറ്റും കുറയും. അപ്പോൾ വൺസ് നമ്മൾ ഡോപ്ലേഴ്സ് ചെയ്യുമ്പോൾ ഒരു രക്തയോട്ടത്തിൽ വ്യതിയാനം കാണുകയാണെങ്കിൽ അങ്ങനത്തെ ബേബീസിനെ നമ്മൾ വളരെ അധികം ക്ലോസ്ലി മോണിറ്റർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നേരത്തെ ഡെലിവറി ചെയ്യേണ്ടി വരും. തീരെ മോശമാവുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഉള്ളിൽ വെച്ച് പറ്റില്ല. അപ്പോൾ നമ്മൾ പുറത്തെടുത്ത് അവരെ വലുതാക്കി എടുക്കേണ്ടി വരും. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പം സ്കാനിങ്ങിൻ്റെ കാര്യം നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു. അപ്പം ഇപ്പോൾ സ്കാനിങ് മുറ പോലെ തന്നെ എല്ലാം കൃത്യമായി നടന്നു. പക്ഷെ ആഫ്റ്റർ ഡെലിവറി ആ കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ പലരും ചോദിക്കുന്നതാണ്, ഞങ്ങൾ ഇത്രയും സ്കാനിങ് ചെയ്തു പക്ഷെ അതിലൊന്നും കണ്ടുപിടിച്ചില്ല, ആഫ്റ്റർ ഡെലിവറിയാണ് കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പം അവരോട് പറയാനുള്ള മറുപടി എന്താണ്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ടെക്നോളജി റിലേറ്റഡ് ആണ്. ഹയർ എൻഡ് മെഷീൻസ് ഉണ്ട്, പല നൂതനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഡ്യൂറിങ് നമ്മുടെ എക്സാമിനേഷൻ, എല്ലാ കാര്യങ്ങളിലും. പക്ഷെ ഒരു കുഞ്ഞ് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഭ്രൂണാവസ്ഥയിൽ നിന്ന് 40 ആഴ്ച വരെ വളർന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും പല പേഷ്യൻസ് ഇപ്പോൾ 5 സ്കാൻ ചെയ്തു, ഇപ്പോൾ 7 ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രെയിൻ റിലേറ്റഡ്. ബ്രെയിൻ ഈസ് ഓൾവേസ് ഇവോൾവിങ്. ഒരു 2 വയസ്സ്, ഇപ്പോൾ ഏതൊരു പീഡിയാട്രിഷ്യനോട് ചോദിച്ചാൽ തന്നെ പറയും, പുറത്ത് വന്ന് 2 വയസ്സ് വരെ കുഞ്ഞ് വളരുന്ന വരെ അവരുടെ ബ്രെയിൻ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല മാറ്റങ്ങൾ അതിൽ നമ്മൾ അറിയാനുള്ളത് അത് പോസ്റ്റ് നേറ്റലി ആണ്, കുറേ അറിയും. രണ്ടാമത്തെ വിഷയം ബുദ്ധിയുടെ കാര്യം. പല പേഷ്യൻസിന് അതാണ് സംശയം. ഇപ്പോൾ ഓട്ടിസം പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധി വൈകല്യം, ജനതിക വൈകല്യം, ഇതൊന്നും നമ്മൾ സ്കാൻ ചെയ്തിരുന്നു, നമ്മൾ അറിഞ്ഞില്ല. ഒരു വലിയൊരു വിഷയം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കാനിലൂടെ നമുക്ക് പുറമേക്ക് കാണുന്ന വൈകല്യമാണ് അറിയുന്നത്, പ്രവർത്തനം നമുക്ക് ഒരിക്കലും അറിയില്ല. അപ്പോൾ ബ്രെയിൻ റിലേറ്റഡ് പ്രവർത്തനം, ബുദ്ധിമാന്ദ്യത, അത് നമുക്ക് ഒരിക്കലും സ്കാനിൽ അറിയാൻ പറ്റില്ല. അതേപോലെ തന്നെ കേൾവിക്കുറവ്, കാഴ്ച, ആ കാഴ്ചയുടെ കാര്യങ്ങളും പലപ്പോഴും പേഷ്യൻസിൽ, അതൊക്കെ റെയർ ആണെങ്കിലും ചില പേഷ്യൻസിന് അങ്ങനത്തെ കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അയ്യോ കാഴ്ച ഇല്ലായ്മ അല്ലെങ്കിൽ കേൾവിക്കുറവ് നമ്മൾ ഉള്ളിൽ വെച്ച് അറിഞ്ഞില്ല, നമുക്കറിയാൻ പറ്റില്ല. അങ്ങനത്തെ ചില ലിമിറ്റേഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഹാർട്ടിൽ ഹോളുകൾ, വളരെ ചെറിയ ഹോൾസ്, ദാറ്റ് ഇസ് 2 മില്ലിമീറ്ററിൽ താഴെയുള്ള ഹോളുകൾ നമുക്ക് ഒരിക്കലും സ്കാനിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ പൊട്ടുപോലെയാണ്, മില്ലിമീറ്റർ കണക്കാണ്. അത് നമുക്ക് സ്കാനിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷെ യൂഷ്വലി അങ്ങനത്തെ ഹോൾസ് അത് തനിയെ അടഞ്ഞു പോകുന്നതുമാണ്. അപ്പം അതുകൊണ്ട് അതൊന്നും വലിയൊരു വറിസമല്ല. മേജർ അനോമലീസ് നമുക്ക് ഡെഫിനറ്റ്ലി സ്കാനിൽ അറിയാൻ പറ്റും. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു രക്തബന്ധത്തിൽ പെട്ടവർ തമ്മിൽ വിവാഹം കഴിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ? സാധ്യത എന്ന് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സാധ്യത കൂടുതലായിരിക്കും. അത് പക്ഷെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ ഫാമിലീസ്. അതായത് ഇപ്പം നമ്മൾ സാധാരണ ഒരു പോപ്പുലേഷൻ നോക്കുമ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും വേറെ വേറെ കുടുംബത്തിൽ നിന്ന് വരുന്നു, അവരുടെ കുട്ടികൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പം ജനറ്റിക് ആയിട്ടുള്ള അംഗവൈകല്യങ്ങൾ വേറെയാണ്. അംഗവൈകല്യങ്ങൾ ആർക്കും ഉണ്ടാവാം. പക്ഷെ ജനതിക വൈകല്യങ്ങൾ അത് പാരമ്പര്യമായിട്ട് ഫാമിലീസിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആ ഒരു ഫാമിലിയിൽ പെട്ട 2 പേര് കല്യാണം കഴിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആ റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്നത്തെ കാലത്ത് ഈ ജനറ്റിക് കൗൺസിലിങ്ങിന് വിടുന്നത് അതൊരു ട്രെൻഡ് എന്ന് പറയില്ല, പക്ഷെ അതൊരു അത്യാവശ്യം തന്നെയാണ്. ഇങ്ങനെ ഉള്ള കപ്പിൾസ്, ഒരേ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടുള്ള രക്തബന്ധമുള്ളവർക്ക് ഒന്ന് എപ്പോഴും ബിഫോർ ദേ ബിക്കം, അവരൊരു പ്രഗ്നൻസിക്ക് പോകുന്നതിന് മുമ്പ് നല്ലതാണ് അവർ ഇങ്ങനത്തെ ജനറ്റിക് കൗൺസിലേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഒബ്സ്റ്റട്രീഷ്യൻസ് തന്നെ ആവട്ടെ, ഗൈനക്കോളജിസ്റ്റുമാർ തന്നെ ആയിട്ട് ഒന്ന് ഡോക്ടേഴ്സിനെ ഒന്ന് കണ്ടുവെക്കുക. എന്താണ് അവരുടെ റിസ്ക് ഉള്ളത്, അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ള കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ. ബിക്കോസ് പലപ്പോഴും റെയർ ആയിട്ടുള്ള പല ഡിസോർഡേഴ്സ് അത് കറക്റ്റായിട്ട് ഈ എന്താ പറയുക, നമ്മുടെ അച്ഛനമ്മയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടൂന്നുണ്ടാവണം എന്നില്ല. നമ്മുടെ അപ്പൂപ്പന്മാർക്ക് ഉണ്ടെങ്കിലും നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് മൈറ്റ് അത് ജമ്പ് ചെയ്യുന്നത് ഓരോ ഇത് ഇടവിട്ടിട്ടാവാം. അതായത് പേരൻസ് നോർമൽ ആയിരിക്കും, പക്ഷെ ഗ്രാൻഡ് പേരൻസിനായിരിക്കും
ആയിരിക്കും അസുഖം, പ്രശ്നം ഉണ്ടാവും. അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം. അപ്പൊ അതുപോലെ ജമ്പ് ചെയ്ത് വരുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഡോക്ടേഴ്സിനെ കാണേണ്ടി വരും. പക്ഷെ എന്നും പറഞ്ഞിട്ട് എല്ലാവരും പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ദാറ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക, ചിലപ്പോൾ സാധ്യതയുണ്ട്, കൂടുതലാവാം. അത് സ്പെഷ്യലി നമുക്ക് കുടുംബത്തിൽ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ. ഇപ്പൊ ഒന്നുമില്ല, ഇതുവരെ ഒരു പ്രോബ്ലംസും ഇല്ലാത്ത കുടുംബക്കാരാണെങ്കിൽ ദെൻ നോട്ട് ടു വറി. ഒപ്പം തന്നെ ഇപ്പം ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ് ഒരു 5 വർഷമോ അല്ലെങ്കിൽ 10 വർഷമോ ഗ്യാപ്പ് ആയതിനു ശേഷം അടുത്ത ഒരാൾ പ്രഗ്നൻ്റ് ആവുന്നു. അപ്പം എന്തൊക്കെ ഇപ്പം നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് സ്കാനിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു സ്കാനിങ് മാത്രം ചെയ്താൽ മതിയോ? എക്സ്ട്രാ അവരൊരു കെയർ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഡെഫിനറ്റ്ലി എല്ലാ പ്രഗ്നൻസി പ്രഷ്യസ് ആണ്, അല്ല എന്നല്ല. എന്നാലും വെൻ ഏജ്, അമ്മയുടെ ഏജ് ഒരു മേജർ ഫാക്ടറാണ്. ഒരു 35 വയസ്സോ അതിൽ കൂടുതലോ ഉള്ള അമ്മമാർക്ക് നമ്മളൊരു പ്രഗ്നൻസി ആവുമ്പോൾ ഈ ഫ്യൂ സ്കാൻസിൻ്റെ കാര്യം യെസ് ഇറ്റ് ഈസ് ദെയർ, സ്കാനിലൂടെ നമുക്കിതെല്ലാം അറിയാം. അതുകൂടാതെ തന്നെ ഇപ്പം ഇന്നത്തെ കാലത്ത് എല്ലാ പേഷ്യൻസിനും ഏജ് ഫാക്ടർ ഇല്ലെങ്കിൽ പോലും നമ്മൾ വിടുന്ന ടെസ്റ്റുകളാണ് ഈ ഡബിൾ മാർക്കർ അല്ലെങ്കിൽ ഒരു ക്വാഡ്രിപ്പിൾ ടെസ്റ്റ്. അതായത് അമ്മയുടെ ബ്ലഡിൽ നിന്ന് 2-3 ഹോർമോൺസ് നോക്കുന്നത് സച്ച് ദാറ്റ് അതിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് ആ പ്രഗ്നൻസി, ആ കുഞ്ഞിന് റിസ്ക് ഉണ്ടോ, ജനിതക വൈകല്യം അല്ലെങ്കിൽ ബുദ്ധി വൈകല്യം. കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഡൗൺ സിൻഡ്രോം, ഈ മംഗോളിസം എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കുന്ന കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ട്. അത് നമ്മൾ എപ്പോഴും പേഷ്യൻസിന്, സ്പെഷ്യലി ഏജ് ഉള്ളവർക്ക് പറയും. ബട്ട് എല്ലാവർക്കും നമ്മളത് ഓഫർ ചെയ്യേണ്ടതാണ്. ഇന്നത്തെ ഇതിൽ നമ്മൾ യൂണിവേഴ്സൽ സ്ക്രീനിങ് എന്ന് പറയും. എല്ലാവർക്കും നമ്മളത് പറഞ്ഞു കൊടുക്കും അതിൻ്റെ ബെനിഫിറ്റ്സ്. അത് എടുക്കുന്നവർ അത് ചെയ്യും, പലരും ചെയ്യാതെയും പോകുന്നവരുണ്ട്. പക്ഷെ ഒരിക്കൽ നമ്മൾ എങ്ങാനും നമുക്കൊരു പ്രഗ്നൻസി, പ്രീവിയസ് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ഇതുപോലെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും പേടിയാണ്. നെക്സ്റ്റ് പ്രഗ്നൻസീസിലായാലും ഡെഫിനറ്റ്ലി വി വാണ്ട് ഇറ്റ് ഷുഡ് ബി എ നോർമൽ ചൈൽഡ്. അപ്പം അതുകൊണ്ട് ടെസ്റ്റുകൾ ഡോക്ടേഴ്സ് ഡെഫിനറ്റ്ലി അവരെ പറഞ്ഞ് മനസ്സിലാക്കും. അത് വേണോ വേണ്ടയോ എന്നുള്ളത് ദെയർ ഡിസിഷൻ, ആൻഡ് അവരത് ആലോചിച്ച് തീരുമാനിക്കണം. ഡോക്ടർ, എന്തായാലും വളരെയധികം നന്ദി. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ഡോക്ടർ പറഞ്ഞപ്പോൾ സ്കാനിങ്. ആഫ്റ്റർ നമ്മൾ ഡെലിവറിക്ക് മുന്നേ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ അറിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ആഫ്റ്റർ ഡെലിവറി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാനൊക്കെ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഒരുപാട് നന്ദി ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന്. നമ്മൾ ഇന്ന് ലൈഫ് ലൈൻ ചർച്ച ചെയ്തത് ഫീറ്റൽ മെഡിസിനും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിവിധതരം സ്കാനിങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അയ്യന്തോൾ അമ്പാടി സ്കാൻ സെന്ററിലെ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റും ഗൈനക്കോളജിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ ശ്യാമ ദേവദാസനാണ്. ഡോക്ടർ, ഒരിക്കൽ കൂടി വളരെയധികം നന്ദി. ലൈഫ് ലൈൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.